പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ പാദവാർഷിക പരീക്ഷ ഇന്ന് അവസാനിച്ചിരിക്കുകയാണ്. കേരള പാഠാവലി 7ാം തരത്തിലെ ഒന്നാമത്തെ പ്രവർത്തനം വിശദീകരിക്കാമെന്ന് ഉദ്ദേശിക്കുന്നു. ഒന്നാമത്തെ പ്രവർത്തനം തന്നിട്ടുള്ളത് വായിക്കാം എഴുതാം എന്നുള്ളതാണ്. ഒരു കവിതാഭാഗമാണ് തന്നിട്ടുള്ളത്. ആ കവിതാഭാഗം നല്ലതുപോലെ വായിച്ച് ആശയം മനസ്സിലാക്കി താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുകയാണ് വേണ്ടത്. അമ്മ പക്ഷിയെപ്പോലെ. ആദ്യം തന്നെ നമ്മുടെ പ്രവർത്തനം ചെയ്യുന്നതിന് വേണ്ടി തയ്യാറാകുമ്പോൾ കവിതാഭാഗം നല്ല രീതിയിൽ 2 or 3 തവണ വായിക്കുകയും വാക്കുകളുടെ അർത്ഥവും വരികളുടെ ആശയവും വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്താൽ മാത്രമേ നമുക്ക് ചോദ്യങ്ങളുടെ ഉത്തരം നല്ല രീതിയിൽ എഴുതാൻ കഴിയുകയുള്ളൂ. കവിത ആദ്യമൊന്ന് വായിച്ച് വിശദീകരിക്കാം. നമ്മുടെ വിദ്യാലയമിതു കണ്ടോ, അമ്മ പക്ഷി കണക്കല്ലോ, അരുമക്കുട്ടികളായിരമുണ്ടേ ചിറകിനടിയിലൊളിച്ചിടാൻ, ചിക്കിച്ചികയാൻ വാക്കുകൾ അക്ഷരമുത്തുകൾ കൊത്തിയെടുപ്പാനും, ഇത്തിരി മഴയും വെയിലും കൊണ്ടീ മുറ്റത്തൂടെ കളിപ്പാനും, വായിക്കും സ്നേഹത്തോടെ തമ്മിൽ കൊക്കുകൾ തമ്മിലുരുമ്മാനും, കല്ലും മുള്ളും കൂർത്തു കിടക്കെ മെല്ലെ കാലുകൾ വയ്ക്കാനും, വേവും ചൂടിലകപ്പെട്ടെന്നാൽ നോവറിയാതെ നടപ്പാനും, പല പല വിദ്യകളുണ്ടിവയെല്ലാം പതിവായി പക്ഷി പഠിപ്പിക്കും, പിന്നെ ഒരിക്കൽ കുഞ്ഞുങ്ങളെയും ചുമ്മാ കൊത്തിയകറ്റിയിടും. ഈ കവിത 2 or 3 ആവർത്തി വായിക്കുക. ആദ്യമായി പറഞ്ഞിട്ടുള്ളത് വിദ്യാലയം ഇത് കണ്ടോ, അമ്മ പക്ഷി കണക്കല്ലോ. അതായത് ഒരു അമ്മ പക്ഷി അല്ലെ നമ്മുടെ അമ്മ നമുക്ക് തരുന്ന സംരക്ഷണം, സ്നേഹം, അറിവ് എന്നിങ്ങനെയെല്ലാം എങ്ങനെയുള്ളതാണോ അതേ തരത്തിലാണ് നമ്മുടെ വിദ്യാലയവും നമുക്ക് സംരക്ഷണവും സ്നേഹവും കരുതലും എല്ലാം നൽകുന്നത് എന്നുള്ളതാണ് കവിത രചിച്ച ശ്രീ രാജഗോപാൽ നാട്ടുകൽ എന്ന അദ്ദേഹം നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അമ്മ പക്ഷി കണക്ക് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിദ്യാലയം നമ്മുടെ മക്കൾക്ക്, അതായത് അവിടെ വിദ്യ അഭ്യസിക്കുന്ന കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുകയും നാളത്തേക്ക് അവരെ ഒരുക്കുകയും അവരെ നല്ല പാഠങ്ങൾ പഠിപ്പിക്കുകയും ദോഷങ്ങളിൽ നിന്ന് തിരുത്തുകയും എല്ലാം ചെയ്യുന്നുണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് അമ്മ പക്ഷി കണക്കാണ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരമായി നമ്മൾ എഴുതേണ്ടത് വിദ്യാലയം ആരെപ്പോലെയാണ്? അപ്പോൾ അതിൻ്റെ ഉത്തരമായി വരുന്നത് അമ്മ പക്ഷിയെ പോലെയാണ് എന്നുള്ളതാണ്. ശേഷം രണ്ടാമത്തെ ചോദ്യമായി വരുന്നത് അരുമക്കുട്ടികളെ ചിറകിനടിയിൽ ഒളിപ്പിക്കുന്ന പക്ഷിയായി സങ്കല്പിക്കുന്നത് ആരെയാണ്? നമ്മൾ വായിച്ചു, അരുമക്കുട്ടികളായിരമുണ്ടേ ചിറകിനടിയിൽ ഒളിച്ചിടാൻ. അരുമക്കുട്ടികൾ 1000 എവിടെയാണ്? വിദ്യാലയത്തിലാണുള്ളത്. വിദ്യാലയത്തിന് അരുമകളായിട്ട് ഒരുപാട് ധാരാളം കുട്ടികളുണ്ട് എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ശേഷം മൂന്നാമത്തെ ചോദ്യമായി വന്നിരിക്കുന്നത് കൂർത്തു കിടക്കുന്ന കല്ലും മുള്ളും എന്ന് അർത്ഥമാക്കുന്നത് എന്താണ്? വൈവിധ്യമുള്ള ജീവിതാനുഭവങ്ങൾ, കൊക്കുരുമ്മൽ, ചിറകിനടിയിൽ ഒളിക്കൽ, പറമ്പിലെ കല്ലും മുള്ളും എന്നിങ്ങനെ 4 ഓപ്ഷനുകളാണ് കൊടുത്തിട്ടുള്ളത്. അത് ഉത്തരം വ്യക്തമാവാനായി കവിതാഭാഗം ഒന്നുകൂടെ വായിക്കുന്നു. വായിക്കും സ്നേഹത്തോടെ തമ്മിൽ കൊക്കുകൾ തമ്മിൽ ഉരുമ്മാനും, കല്ലും മുള്ളും കൂർത്തു കിടക്കെ
മെല്ലെ കാലുകൾ വയ്ക്കാനും. എവിടെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്? വിദ്യാലയത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. വായിക്കും സ്നേഹത്തോടെ തമ്മിൽ കൊക്കുകൾ തമ്മിൽ ഉരുമ്മാനും. അതായത് ഒരുപാട് സ്നേഹത്തോടെ പരസ്പരം ഇടപഴകാനും സന്തോഷിക്കാനും. അതുപോലെ കല്ലും മുള്ളും കൂർത്തുകിടക്കെ മെല്ലെ കാലുകൾ വയ്ക്കാനും. വിദ്യാലയമാണ്. വിദ്യാലയത്തിൽ പലതരത്തിലുള്ള കുഞ്ഞുങ്ങളുണ്ട്. അവർ തമ്മിലുള്ള വ്യാപാരങ്ങൾ, അതായത് ഇടപെടലുകളിൽ ഒരുപക്ഷെ സന്തോഷങ്ങളും സന്താപങ്ങളും എല്ലാം ഉണ്ടാകും. എല്ലാ ബുദ്ധിമുട്ടുകളിലും നല്ല രീതിയിൽ ഇടപെട്ട് അതിൽ നിന്ന് മുക്തി നേടി ആ ബുദ്ധിമുട്ടുകളിൽ നിന്നും പരസ്പരം ഉണ്ടാകുന്ന വാക്കുതർക്കങ്ങളിൽ നിന്നും വ്യാപാരങ്ങളിൽ നിന്നും, വ്യാപാരം എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് പലതരത്തിലുള്ള പല ചുറ്റുപാടുകളിൽ നിന്ന് വരുന്ന കുട്ടികളാണ്. അവരിൽ നിന്ന് പലതരത്തിലുള്ള സ്വഭാവ വൈശിഷ്ട്യങ്ങൾ ഉണ്ടായിരിക്കാം. അതിൽ നിന്നും രക്ഷപ്പെട്ട് മെല്ലെ ജീവിതമാകുന്ന പൂന്തോട്ടത്തിലേക്ക്, ജീവിതമാകുന്ന വിശാലമായ ജീവിത ലോകത്തേക്ക് കാലെടുത്ത് വയ്ക്കാൻ പഠിക്കുന്നത് വിദ്യാലയത്തിൽ വെച്ച് തന്നെയാണ് എന്നുള്ളതാണ് ഇവിടെ കവി ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ കല്ലും മുള്ളും കൂർത്തുകിടക്കെ മെല്ലെ കാലുകൾ വയ്ക്കാനും എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് വ്യത്യസ്തമായ ജീവിതാനുഭവങ്ങളിൽ നിന്ന് മുന്നോട്ടുള്ള തൻ്റെ യാത്ര സാധ്യമാക്കാൻ കുട്ടികൾ പഠിക്കുന്നത് വിദ്യാലയത്തിൽ വെച്ച് തന്നെയാണ് എന്നുള്ളതാണ്. ശരി, അടുത്ത 4ാമത്തെ ചോദ്യമായി വരുന്നത് പല പല വിദ്യകൾ ഉണ്ടിവയെല്ലാം. വിദ്യ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത്? അതായത് സ്നേഹത്തോടെ ജീവിക്കുന്നതിനും ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അവയെ തരണം ചെയ്യുന്നതിനും, ബുദ്ധിമുട്ടുകളിൽ നിന്ന് തരണം ചെയ്ത് അവ ഏത് രീതിയിൽ ജീവിച്ച് മുന്നോട്ട് പോകണം എന്നുള്ള കാര്യങ്ങളും, അതോടൊപ്പം തന്നെ അധ്യാപകരിൽ നിന്നും പുസ്തകങ്ങളിൽ നിന്നും സ്വായത്തമാക്കുന്ന അറിവുകൾ പ്രയോജനപ്പെടുത്താനും ഹൃദിസ്ഥമാക്കുവാനും ഉള്ള എല്ലാ കാര്യങ്ങളും വിദ്യാലയത്തിൽ നിന്ന് സ്വായത്തമാക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ പല പല വിദ്യകൾ ഉണ്ടിവയെല്ലാം, വിദ്യ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? കുട്ടികൾക്ക് പകരുന്ന അറിവുകളെയാണ് ഇവിടെ വിദ്യ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി 5ാമത്തെ ചോദ്യമായി വരുന്നത് പക്ഷിക്കുഞ്ഞുങ്ങളെ കൊത്തി അകറ്റുന്നത് എന്തുകൊണ്ടാണ്? ആരാണ് പക്ഷിക്കുഞ്ഞുങ്ങളെ ഇവിടെ പക്ഷിക്കുഞ്ഞുങ്ങളാക്കി സങ്കല്പിച്ചിരിക്കുന്നത്? എന്തിനെയാണ്? വിദ്യാലയത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെയാണ് ഇവിടെ പക്ഷിക്കുഞ്ഞുങ്ങളായി സങ്കല്പിച്ച് കവി പറഞ്ഞിരിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത് പല പല വിദ്യകൾ ഉണ്ടിവയെല്ലാം പതിവായി പക്ഷി പഠിപ്പിക്കും, പിന്നെയൊരിക്കൽ കുഞ്ഞുങ്ങളെയും ചുമ്മാ കൊത്തി അകറ്റിയിടും. അതായത് തള്ളപ്പക്ഷി കോഴിക്കുഞ്ഞ് കുഞ്ഞുങ്ങൾ ജനിച്ച ഉടനെ അവയ്ക്ക് വളരെയധികം കരുതലും കാവലും നൽകി എല്ലാ ഭക്ഷണവും തള്ളപ്പക്ഷി ഭക്ഷിക്കാതെ അവയ്ക്ക് ചികഞ്ഞിട്ട് കൊടുക്കുകയും അവയുടെ സംരക്ഷണത്തിൽ ഫുൾ ടൈം ജാഗരൂകരായിരിക്കുകയും അവരെ സംരക്ഷണം മാത്രം ലക്ഷ്യമാക്കി ജീവിക്കുകയും ചെയ്യുന്ന തള്ളപ്പക്ഷി ഒരു പ്രായപരിധി കഴിയുമ്പോൾ കുഞ്ഞുങ്ങളെ തൻ്റെ ചിറകിൻ കീഴിൽ നിന്നും കൊത്തി അകറ്റിടുന്നു. കൊത്തി അകറ്റുമ്പോൾ തള്ളക്കോഴി ഒരു നിർദ്ദേശവും നൽകുന്നു. എന്താണ് നിർദ്ദേശം? കുഞ്ഞേ, നിനക്ക് ജീവിക്കാൻ സമയമായി. എന്നും എൻ്റെ ചിറകിൻ്റെ കീഴിൽ ഒതുങ്ങി നിന്നാൽ പോരാ, വിശാലമായ ലോകത്തേക്ക് നിന്റെ കാര്യങ്ങൾ നോക്കാനായി നിനക്ക് ജീവിക്കാൻ സമയമായിരിക്കുന്നു. കൂടെ ഒരു ഓർമ്മപ്പെടുത്തൽ നൽകുന്നു. എന്താണ് ഓർമ്മപ്പെടുത്തൽ? കണ്ണു വേണം ഇരുപുറം എപ്പോഴും. കണ്ണു വേണം, അണയാത്ത കണ്ണ്. നമ്മുടെ പ്രശസ്ത കവിയുടെ വരികളാണത്. അതായത് നിനക്ക് ജീവിക്കാൻ സമയമായി, നിന്റെ കാര്യം നോക്കി മുന്നോട്ട് പോയി ജീവിച്ചുകൊള്ളുക. നിന്റെ ജീവിതം നിന്റെ കാര്യമാണ്, നീ മുന്നോട്ട് ജീവിച്ചു കൊള്ളുക എന്നുള്ള ഒരു ഉപദേശവും കൂടി കൊടുത്ത് കവി തള്ളപ്പക്ഷി കുഞ്ഞുങ്ങളെ കൊത്തിയകറ്റുന്നു. അപ്പോൾ പക്ഷിക്കുഞ്ഞുങ്ങളെ കൊത്തിയകറ്റുന്നത് എന്തിനാണ് എന്നുള്ള ചോദ്യത്തിനുത്തരം നമ്മുടെ ഈ വിദ്യാലയത്തിൽ 7ാം തരം വരെയുള്ള ഈ വിദ്യാലയത്തിൽ 7ാം ക്ലാസ് കഴിഞ്ഞാൽ നിങ്ങളെ
ടി.സി. തന്ന് അടുത്ത വിദ്യാലയത്തിലേക്ക് പറഞ്ഞയക്കുന്നു. എന്താ, നിങ്ങളുടെ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണോ? അല്ല. ഇവിടെ വലിയ ഗ്രൗണ്ട് കളിക്കാനില്ലാത്തത് കൊണ്ടാണോ? അല്ല. നിങ്ങൾ 7ാം ക്ലാസ് കഴിഞ്ഞ് ഇവിടെ പഠനം അവസാനിപ്പിക്കേണ്ടവരല്ല, തുടർന്ന് പഠിക്കേണ്ടവരാണ്, പഠനം തുടർന്ന് ഉന്നതിയിലെത്തേണ്ടവരാണ് എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നിങ്ങൾ 7ാം ക്ലാസ് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ടി.സി. തന്ന് പറഞ്ഞയക്കുന്നത്. അപ്പോൾ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല. അപ്പോൾ പക്ഷിക്കുഞ്ഞുങ്ങളായി സങ്കല്പിച്ചിരിക്കുന്ന നിങ്ങളെ, നിങ്ങൾ മീൻസ് ഈ വിദ്യാലയത്തിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ കൊത്തിയകറ്റുന്നത് അല്ലെങ്കിൽ ഈ വിദ്യാലയത്തിൽ നിന്ന് പറഞ്ഞയക്കുന്നത് എന്തിനു വേണ്ടിയാണ്? തുടർ പഠനത്തിന് വേണ്ടിയാണ്. രണ്ടാമത്തെ പ്രവർത്തനമായി വന്നിരിക്കുന്നത് ഓണവുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റർ നിർമ്മാണമാണ്. ഓണമെത്തി, നമ്മുടെ സ്കൂളും പൊന്നോണം ആഘോഷിക്കാൻ തയ്യാറായി. ഓണാഘോഷത്തിനുള്ളൊരു പോസ്റ്റർ തയ്യാറാക്കിയാലോ? ചിത്രങ്ങൾ ചേർത്ത് പോസ്റ്റർ ആകർഷകമാക്കുമല്ലോ. അതായത് ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് ആകർഷണീയമായ ഒരു പോസ്റ്റർ നിർമ്മിക്കുക. അതായത് ഒരു പോസ്റ്ററിൻ്റെ ലക്ഷ്യം എന്താണ്? ഒരു പരിപാടിയുടെ പ്രചാരണത്തിന്, അതായത് മറ്റുള്ള ജനങ്ങളിലേക്കുള്ള അറിവ് കൊടുക്കുന്നതിന് വേണ്ടി അനുയോജ്യമായ വിവരങ്ങൾ പോസ്റ്ററിൽ ഉണ്ടായിരിക്കണം. പിന്നെ പോസ്റ്റർ ആകർഷകമായിരിക്കണം, മറ്റുള്ളവരിലേക്ക് വിവരം എത്തിക്കാൻ അനുയോജ്യമായിരിക്കണം. എന്തെല്ലാം വിവരങ്ങളാണ് എത്തിക്കേണ്ടത്? അതായത് ആ പോസ്റ്ററിൻ്റെ ആശയം എന്താണ്, അതായത് ഏത് ഉദ്ദേശത്തോടു കൂടി തയ്യാറാക്കിയ പോസ്റ്ററാണ് എന്നുള്ളത് ആ പോസ്റ്റർ കണ്ടാൽ വ്യക്തമായിരിക്കണം. അതായത് ഇവിടെ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട പോസ്റ്ററാണ് എന്നുള്ളത് വ്യക്തമായിരിക്കണം. പോസ്റ്ററിന് അനുയോജ്യമായതും ആകർഷണീയമായതുമായ ഒരു തലക്കെട്ടുണ്ടായിരിക്കണം. ഓണാഘോഷ പരിപാടികൾ എന്നാണ് നടക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ തീയതി അതിലുണ്ടായിരിക്കണം. മനോഹരമായ ചിത്രമുണ്ടായിരിക്കണം. എവിടെ വെച്ച്, ഏത് സമയത്ത്, എന്ന്, എപ്പോൾ നടക്കുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം പോസ്റ്ററിൽ ഉണ്ടായിരിക്കണം. പോസ്റ്റർ ആകർഷണീയമായിരിക്കണം. അതുപോലെ വാക്യങ്ങൾ സംക്ഷിപ്തമായി എഴുതിയിരിക്കണം. സംക്ഷിപ്തമായി എഴുതുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വളരെ ചുരുക്കി എഴുതേണ്ടതുണ്ട്. ഒരു നോട്ടീസ് പോലെയോ ഒരു വിവരണം പോലെയോ ഒന്നും തന്നെ ഒരു പോസ്റ്ററിൽ എഴുതാൻ പാടില്ല. പ്രധാന ആശയം എന്താണെങ്കിൽ അത് വളരെ ചുരുക്കി പോസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം. അതുപോലെ ആകർഷണീയമായ ചിത്രങ്ങൾ ഉണ്ടായിരിക്കണം എന്ന് വെച്ച് ഒരു ചുവർ പത്രിക മാതിരി ഫുൾ ചിത്രങ്ങളുമായി പരത്തി വരച്ചു വയ്ക്കാൻ പാടില്ല. വളരെ ആകർഷണീയമായ ചിത്രം, വളരെ സംക്ഷിപ്തമായ ചിത്രം പോസ്റ്ററിൽ ഉണ്ടായിരിക്കണം. അതുപോലെ നമ്മളതിൽ കൂട്ടിച്ചേർക്കുന്ന വാചകങ്ങളിൽ ചിഹ്നനം, വാക്യഘടന, അക്ഷരത്തെറ്റില്ലാതെയുള്ള എഴുത്ത് എന്നിവയെല്ലാം വളരെ അത്യാവശ്യമായി ഉണ്ടായിരിക്കേണ്ടതാണ് എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കേണ്ടതാണ്. മൂന്നാമത്തെ പ്രവർത്തനം ശീർഷകത്തിൻ്റെ ഔചിത്യം വ്യക്തമാക്കുക എന്നുള്ളതാണ്. നിറമില്ലാത്ത സ്വപ്നങ്ങൾ. പലരും സ്വപ്നം കാണാറുണ്ട്. ലോകത്തെങ്ങുമില്ലാത്ത നിറങ്ങൾ ചാലിച്ച സ്വപ്നങ്ങൾ. ഞാനും കണ്ടിരുന്നു. അച്ഛൻ പോയ രാത്രി മുതൽ ഞാൻ കണ്ട സ്വപ്നങ്ങൾക്ക് നിറമുണ്ടായിരുന്നില്ല. അവ ചിതലരിച്ച് മങ്ങിത്തുടങ്ങിയ പഴയ സ്വപ്നങ്ങളായിരുന്നു. അനാഥമായ ഒരു ബാല്യത്തിൻ്റെ പ്രതിഫലനങ്ങളായിരുന്നു ആ സ്വപ്നങ്ങളെല്ലാം. ദിയാക്കെ എഴുതിയ ഒരു കഥയുടെ ഒരു ഭാഗമാണ് കൊടുത്തിട്ടുള്ളത്. ശീർഷകമായി കൊടുത്തിട്ടുള്ളത് നിറമില്ലാത്ത സ്വപ്നങ്ങൾ. ഈ ശീർഷകം, അതായത് ഹെഡിങ്, നമുക്ക് തന്നിട്ടുള്ള കഥാപാത്രത്തിന് എത്രത്തോളം അനുയോജ്യമാണ് എന്നുള്ളതാണ് ചോദ്യം കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. കഥയുടെ ആശയവുമായി എത്രത്തോളം യോജിച്ചതാണ് കഥയുടെ അല്ലെങ്കിൽ കഥയ്ക്ക് നൽകിയിരിക്കുന്ന പേര് എന്നുള്ളതാണ് ശീർഷകത്തിൻ്റെ ഔചിത്യം വ്യക്തമാക്കുക എന്നുള്ള ചോദ്യം കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. കഥാഭാഗം വായിച്ച് അതിനുള്ള ആശയം മനസ്സിലാക്കി അതിന്
അനുയോജ്യമാണോ കഥയുടെ പേര് എന്ന് പരിശോധിച്ച് അതിനനുസരിച്ച് നല്ല രീതിയിൽ ഉത്തരമെഴുതുകയാണ് വേണ്ടത്. ഉത്തരമെഴുതുമ്പോൾ കഥയിലെ ആശയം, കഥാപാത്രങ്ങളുടെ സൃഷ്ടി, ഇവയ്ക്ക് കഥയുടെ പേരുമായുള്ള ബന്ധം നല്ല രീതിയിൽ വിശകലനം ചെയ്ത് വായിക്കാൻ ഇമ്പം തോന്നുന്ന ഭാഷയിൽ എഴുതി തയ്യാറാക്കേണ്ടതുണ്ട്. അതുപോലെ സംക്ഷിപ്തവും ആകർഷകവുമായി എഴുതേണ്ടതുണ്ട്. അതിൽ സ്വന്തം അഭിപ്രായം വളരെ യുക്തിപൂർവം എഴുതി തയ്യാറാക്കേണ്ടതുമുണ്ട്. മൂന്നാമത്തെ ചോദ്യത്തിൽ മറ്റൊരു ചോദ്യം കൂടി തന്നിട്ടുണ്ട്. കുറിഞ്ഞിച്ചെടിയുടെ കാത്തുകിടപ്പിനെ സൂചിപ്പിക്കുന്നത് എന്താണ്? നീണ്ട തപസ്, കാഹളമുഴക്കം, കേളികൊട്ട്. അതിൽ 12 വർഷത്തിലൊരിക്കൽ പൂക്കാൻ കാത്തു നിൽക്കുന്ന കുറിഞ്ഞിച്ചെടിയുടെ നീണ്ട തപസ്സിനെയാണ് അവിടെ കാത്തുകിടപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. നാലാമത്തെ പ്രവർത്തനം തന്നിട്ടുള്ള കവിതാഭാഗത്തിന് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനുള്ളതാണ്. ഒരു ആസ്വാദനക്കുറിപ്പ് എഴുതുമ്പോൾ തന്നിട്ടുള്ള കവിതാഭാഗമാണെങ്കിൽ അതിൻ്റെ ആശയങ്ങൾ സ്വാംശീകരിച്ച് അവതരിപ്പിക്കേണ്ടതുണ്ട്. കവിത ഏത് ആശയവുമായി ബന്ധപ്പെട്ടതാണ് എന്നുള്ളത് നല്ല ഭാഷയിൽ വിശദീകരിക്കേണ്ടതുണ്ട്. കവിതയിലെ സവിശേഷമായ പ്രയോഗങ്ങൾ, സ്വന്തം നിരീക്ഷണങ്ങൾ എന്നിവ വളരെ അനുയോജ്യമായി അവതരിപ്പിക്കേണ്ടതുണ്ട്. കവിതയിൽ ആശയങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നതിൻ്റെ സൗന്ദര്യം, ആനുകാലിക പ്രസക്തി എന്നിവ വളരെ ഭംഗിയായി വിശദീകരിക്കേണ്ടതുണ്ട്. നമുക്കിവിടെ തന്നിട്ടുള്ള കവിതാഭാഗം കവിത എഴുത്തിനെ വളരെ ശ്രദ്ധയോടെയും ഗൗരവത്തെയും സമീപിക്കുന്ന ഒരു എഴുത്തുകാരിയായ അമൃത കേളകത്തിൻ്റെ കല്യാണമേളം എന്ന ഒരു കവിതയാണ്. ഈ കവിതയിൽ പറയുന്നത് മരത്തിനെക്കുറിച്ചും വനത്തിനെക്കുറിച്ചും വനവും മനുഷ്യനുമായുള്ള ബന്ധത്തെക്കുറിച്ചും മഴയില്ലാതാവുന്നതിനെക്കുറിച്ചും ഭൂമി ഒരു ആയിത്തീരുന്നതിനെക്കുറിച്ചുമെല്ലാമാണ്. അതിൻ്റെ ആസ്വാദനക്കുറിപ്പ് എഴുതുന്നതിൻ്റെ ആദ്യ മുന്നോടിയായി നാം തന്നിട്ടുള്ള കവിതാഭാഗം വളരെ സൂക്ഷ്മതയോടെ വായിച്ച് അതിൽ തന്നിട്ടുള്ള ആശയങ്ങൾ, സൗന്ദര്യം എന്നിവ ഹൃദിസ്ഥമാക്കേണ്ടതുണ്ട്. കവിതാഭാഗം ഒരു തവണ വായിക്കാം. കല്യാണമേളം. മരമൊരു വരമെന്നരുളിയതാരെന്നറിയില്ലെങ്കിലും അതു സത്യം. മരമില്ലെങ്കിൽ വനമില്ലെങ്കിൽ മനുഷ്യനു ജീവിത വഴിമുട്ടും. മരനിലയെല്ലാം ഇല്ലാതായാൽ മഴ കിട്ടാതെ വലയും നാം. മഴയില്ലെങ്കിൽ ജലമില്ലെങ്കിൽ മരുഭൂവാകും ഭൂലോകം. മരമാണൈശ്വര്യമെന്നറിയാത്ത മരമണ്ടന്മാരുണ്ടിന്നും. അപകടകരമാണവരുടെ ചെയ്തികൾ, അതിനെ തടയാനൊന്നിക്കാം. വിനാശത്തിനറുതി വരുത്താം, നട്ടുവളർത്താം മരമെങ്ങും. അവയേകട്ടെ തണലും തണുവും, അവനിക്കിത്തിരി ആശ്വാസം. അവനി ഭൂമി. അപ്പോൾ ഈ കവിതയിൽ പറഞ്ഞിരിക്കുന്നത് മരവും വനവും മനുഷ്യനും മലനിരകളും മഴയും എല്ലാം തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തെക്കുറിച്ചാണ്. നിറമങ്ങാത്ത ഒരു വെളിച്ചം, ഇവയെല്ലാം തമ്മിലുള്ള നിറമങ്ങാത്ത ഒരു വെളിച്ചം കവയിത്രി നമുക്ക് ഈ കവിതയിലൂടെ നൽകുന്നുണ്ട്. ജലമില്ലെങ്കിൽ ഈ ഭൂലോകം ഒരു മരുപ്പറമ്പായി മാറുമെന്ന ഒരു മുന്നറിയിപ്പ് നമുക്കിതിലൂടെ നൽകുന്നുണ്ട്. മരത്തിൻ്റെ, അതായത് വനത്തിൻ്റെ പ്രാധാന്യം അറിയില്ല എങ്കിൽ, അല്ലെങ്കിൽ അറിഞ്ഞിട്ടും അറിയാതെ നടിച്ച് ജീവിക്കുന്നവരാണ് എങ്കിൽ അവർ
ഈ ഭൂമിക്ക് വിനാശകാരികളാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അവരെ നശിപ്പിക്കുന്നതിനു വേണ്ടി അല്ലെങ്കിൽ നശീകരണ പ്രവർത്തനങ്ങളിൽ നിന്ന് അവരെ തടയുന്നതിനു വേണ്ടി നാം മനുഷ്യർ ഒറ്റക്കെട്ടായി അവർക്കെതിരെ തിരിയേണ്ടതുണ്ട് എന്ന ഒരു ആഹ്വാനം ഈ കവിതയിലൂടെ കവയിത്രി നമുക്ക് നൽകുന്നുണ്ട്. വളരെ പ്രധാനമായ ഒരുപാട് ആശയങ്ങൾ, മനുഷ്യജീവിതത്തിന് അത്യന്താപേക്ഷിതമായ, ഭൂമിയുടെ നിലനിൽപ്പിന് അനിവാര്യമായ ആശയങ്ങൾ ഈ കവിതയിലൂടെ നല്ല ആസ്വാദ്യകരമായ ഭാഷയിലൂടെ ഏവർക്കും മനസ്സിലാകുന്ന തരത്തിൽ കവയിത്രി നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. വളരെ മനോഹരമായ ഒരു കവിതയാണ് ഇത്. ലളിതമായ ഭാഷയാണ് ഈ കവിതയിൽ അവർ പ്രയോഗിച്ചിട്ടുള്ളത്. എന്നിങ്ങനെയെല്ലാം ഉൾപ്പെടുത്തി കവിതയുടെ ആശയം, ഖണ്ഡികാകരണം, സൗന്ദര്യമായ ഭാഷ എന്നിവ ഉപയോഗിച്ച് നല്ല ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. നാലാമത്തെ പ്രവർത്തനത്തിന് ഒരു ഉപചോദ്യം കൂടെയുണ്ട്. കാട്ടുപൂക്കളുടെ വർണ്ണവും സുഗന്ധവും ഉണ്ടായിരിക്കുന്നത് ആർക്കാണ്? മൈന, പൂമ്പാറ്റ, മിന്നാമിനുങ്ങ് 3 ഓപ്ഷനുകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ഉത്തരം ആയി വരുന്നത് പൂമ്പാറ്റ എന്നുള്ളതാണ്. പ്രവർത്തനം 5 യാത്രാവിവരണം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരു യാത്രാവിവരണത്തിൻ്റെ തുടക്കം കൊടുത്തിരിക്കുന്നത്: കാടിനകത്തേക്ക് ഞങ്ങൾ പ്രവേശിച്ചു. ഇലകൾക്കിടയിലൂടെ സൂര്യൻ ഞങ്ങളെ വരവേറ്റു. പക്ഷികളുടെ പാട്ട് എതിരേറ്റു. കണ്ണിൽ നിറയെ കാനനപ്പച്ച എന്ന് തുടങ്ങുന്ന ഒരു യാത്രാവിവരണത്തിൻ്റെ ഒരു ആമുഖം അവിടെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ ആസ്വദിച്ച ഒരു യാത്രയുടെ വിശദാംശങ്ങൾ ഉൾപ്പെടുത്തി ഒരു യാത്രാവിവരണം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു യാത്രാവിവരണം തയ്യാറാക്കുമ്പോൾ അതിൽ സ്ഥലം, കാലം, യാത്രക്കിടയിലുണ്ടായ സംഭവങ്ങൾ, അതായത് നിങ്ങൾ യാത്ര പോയ സ്ഥലം എങ്ങോട്ടാണ്, എന്നാണ് പോയത്, യാത്രക്കിടയിലുണ്ടായ സംഭവങ്ങൾ എന്തെല്ലാമാണ്, അതുപോലെ കണ്ട കാഴ്ചകൾ എന്തെല്ലാം, അവിടെ നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ എന്തെല്ലാം, യാത്രക്കിടയിൽ പരിചയപ്പെട്ട കാര്യങ്ങൾ എന്തെല്ലാം, ആളുകൾ, കാഴ്ചകൾ, അനുഭവങ്ങൾ, പ്രദേശത്തിൻ്റെ പ്രത്യേകതകൾ, യാത്രയിൽ നിങ്ങൾക്കുണ്ടായ മാനസികവും ശാരീരികവുമായ അവസ്ഥകൾ എന്നിവയെല്ലാം വളരെ ഭംഗിയോടുകൂടി, അടുക്കം ചിട്ടയോടുകൂടി ഒരു യാത്രാവിവരണത്തിന് ഒരു ഒടുക്കവും തുടക്കവും ഉണ്ടായി. വളരെ ഭംഗിയായ ഭാഷയിൽ സവിശേഷ പ്രയോഗങ്ങൾ ഉൾപ്പെടുത്തി നല്ല ശൈലിയിൽ എല്ലാ വിവരങ്ങളും അടുക്കും ചിട്ടയോടുകൂടി അവതരിപ്പിച്ച് എഴുതുകയാണ് ഒരു യാത്രാവിവരണം തയ്യാറാക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. യാത്രാവിവരണം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ദീർഘമായ യാത്രകൾ തന്നെ ആവശ്യമായി വരുന്നില്ല. വളരെ ലഘുവായ ചെറിയ യാത്രകളും യാത്രാവിവരണ രചനയ്ക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. യാത്രാവേളയിൽ നിങ്ങൾ എഴുതി തയ്യാറാക്കുന്ന കുഞ്ഞു കുഞ്ഞു കുറിപ്പുകൾ ഉപയോഗിച്ച് യാത്ര ചെയ്യുന്ന സ്ഥലത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ, ചരിത്ര സ്മൃതികൾ എന്നിവ യാത്രാവിവരണ രചനയ്ക്ക് ഉപയോഗിക്കേണ്ടതാണ്. യാത്രയുടെ ക്രമം വിവരണത്തിൽ പാലിക്കുന്നത് യാത്രാവിവരണം കൂടുതൽ ഭംഗിയാക്കി അവതരിപ്പിക്കാൻ ഉപകാരപ്രദമാണ്. യാത്രയിലുണ്ടായ വൈകാരികമായ ഭാവം പ്രകടമാവുന്ന രീതിയിലാണ് യാത്രാവിവരണം തയ്യാറാക്കേണ്ടത്. അതുപോലെ യാത്രയിൽ നിങ്ങളെ കൂടുതൽ സ്വാധീനിച്ച അനുഭവം, കാഴ്ച, വർണ്ണന എന്നിവ വളരെ ആലങ്കാരികമായ ഭാഷയിൽ വായിക്കുന്നവർക്ക് അവരുടെ മനസ്സിൽ ഭാവന വളർത്താൻ സഹായിക്കുന്ന രീതിയിൽ എഴുതി തയ്യാറാക്കേണ്ടതുണ്ട്. അതുപോലെ കണ്ട കാഴ്ചകളുടെ വാഗ്മയ ചിത്രങ്ങൾ യാത്രാവിവരണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. വാഗ്മയ ചിത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ട കാര്യം
നമ്മുടെ വാക്കുകളിലൂടെയുള്ള വിശദീകരണത്തിൽ നിന്ന് മറ്റൊരുവന് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലുള്ള വിശദീകരണത്തിനെയാണ് വാഗ്മയ ചിത്രം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ വൈകാരികമായ ഭാഷ, ഭാഷാപ്രയോഗത്തിലുള്ള മിതത്വം എന്നിവ സ്വീകരിക്കേണ്ടതാണ്. സ്വന്തമായ കാഴ്ചപ്പാടും സാമൂഹ്യമായ വീക്ഷണവും ചിന്തയും എല്ലാം യാത്രാവിവരണത്തിലൂടെ പ്രകടിപ്പിക്കാവുന്നതാണ്. യാത്രാവിവരണം വായിക്കുന്ന ഒരുവൻ്റെ മനസ്സിൽ നിങ്ങൾ കണ്ട യാത്ര ഒരു അനുഭവമായി തോന്നുന്ന തരത്തിലുള്ള ഒരു വിവരണമാണ് നല്ല ഒരു യാത്രാ വിവരണത്തിൻ്റെ ഉദ്ദേശ്യം. അത് മനസ്സിലാക്കി വളരെ നല്ല ഒരു യാത്രാ വിവരണം തയ്യാറാക്കുക. ആറാമത്തെ പ്രവർത്തനം വിശകലനക്കുറിപ്പ് തയ്യാറാക്കുക. അതിനായി തന്നിട്ടുള്ളത് ശ്രീ കെ പല്ലശ്ശൻ എഴുതിയ എന്താണമ്മേ സ്വാതന്ത്ര്യം എന്ന കവിതയിലെ ഒരു കവിതാഭാഗവും ശ്രീ ബിമലേന്ദ്ര ചക്രവർത്തി ബംഗാളി ഭാഷയിൽ രചിച്ച മനസ്സിലെ കിളി എന്ന ഒരു കഥയും ആണ്. ഈ കവിതയിലെയും കഥയിലെയും ആശയങ്ങൾ താരതമ്യം ചെയ്ത് ഒരു വിശകലനക്കുറിപ്പ് തയ്യാറാക്കാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. കവിതയിലും കഥയിലും പറയുന്നത് സ്വാതന്ത്ര്യത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നതിന് വേണ്ടി കഥാഭാഗത്തിലും കവിതാഭാഗത്തിലും ഓരോ പക്ഷികളിലൂടെയാണ് കഥാകാരനും കവിത രചിച്ച കെ പല്ലശ്ശനെയും വ്യക്തമാക്കിയിരിക്കുന്നത്. കെ പല്ലശ്ശനയുടെ കഥയിൽ ചേലേറുന്ന ഒരു തത്തമ്മ ഓലത്തുമ്പിൽ ചാഞ്ചാടി ഇരിക്കുകയും മകൻ്റെ ചോദ്യത്തിന് എന്താണമ്മേ സ്വാതന്ത്ര്യം എന്ന ചോദ്യത്തിന് അതിന് ഉത്തരമെന്നോണം തത്തമ്മ ഓലത്തുമ്പിൽ ചാഞ്ചാടി ഒന്ന് ചിലച്ച് ചന്തത്തിൽ പറന്നു പോകുന്നത് കാണിക്കുകയും അതുതന്നെയാണ് സ്വാതന്ത്ര്യം, ഒരു ബന്ധനമില്ലാത്ത രീതിയിൽ ഭൂമിയിൽ ജീവിക്കാൻ കഴിയുന്നതാണ് സ്വാതന്ത്ര്യമെന്ന് അമ്മ മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ മനസ്സിലെ കിളി എന്ന കഥയിൽ കിളി തൻ്റെ കൂട്ടുകാരോടൊത്ത് വളരെ സന്തോഷത്തോടുകൂടി പറന്നു പോകുകയും പൂമരക്കൊമ്പലിരുന്ന് അവനെ വിളിക്കുകയും സന്തോഷത്തിൽ ആടിത്തിമിർക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയുമാണ് നമ്മുടെ മുമ്പിൽ രണ്ട് എഴുത്തുകാരും വിവരിക്കുന്നത്. ഈ പുതിയ കാലത്ത് സ്വാതന്ത്ര്യത്തിന് വിലങ്ങുതടിയായി നമ്മുടെ നാട്ടിൽ പലതും നടക്കുന്നുണ്ട് എന്നും അത് നല്ല കാര്യമല്ല എന്നും സ്വാതന്ത്ര്യത്തിൻ്റെ അർത്ഥതലങ്ങൾ മനസ്സിലാക്കുക എന്നുള്ള കാര്യവും കുട്ടികൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ രണ്ട് എഴുത്തുകളിലും ഉള്ളത് സ്വാതന്ത്ര്യത്തിൻ്റെ പ്രാധാന്യം തന്നെയാണ് എന്നും വളരെ നല്ല ഭാഷയിൽ വിശദീകരിച്ച് വിശകലനക്കുറിപ്പ് തയ്യാറാക്കുകയാണ് വേണ്ടത്. ആറാമത്തെ ചോദ്യത്തിൽ ഒരു ഉപചോദ്യം കൂടെയുണ്ട്. വിഭജിതൻ തന്തികളിൽ അദൃശ്യപുഷ്പങ്ങളായി നിൽക്കുന്നത് എന്താണ്? ഉത്തരം ഇന്നലെ പാടിയ ഗാനങ്ങൾ എന്നുള്ളതാണ് ഉത്തരമായി വരുന്നത്.